ഹലോ ഗൈസ്, വെൽക്കം ടു മൈ ന്യൂ വീഡിയോ. എൻ്റെ ഒരു ഹെഡ്സെറ്റ് റീപ്ലേസ്മെൻറ്റിന് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഇന്ന് ഇപ്പോൾ ഈ വീഡിയോ ഷൂട്ട് ചെയ്യണത്. ഞാൻ ട്രൂക്കിൻ്റെ ഒരു ഹെഡ്സെറ്റാണിത്. ഇതിപ്പോൾ ചാർജ് കയറുന്നില്ല, എത്ര കുത്തി വെച്ചിട്ടും 1 ഇയർ ആയിട്ടില്ല. അപ്പോൾ ഞാൻ റീപ്ലേസ്മെൻറ്റിന് വേണ്ടിയിട്ട് കസ്റ്റമേഴ്സ് കെയറിനെ വിളിച്ചപ്പോൾ അവരെനിക്ക് കുറച്ച് ജില്ലയത്തെ കുറച്ച് സർവീസ് സെൻറ്ററിൻ്റെ ഒക്കെ ഡീറ്റെയിൽസ് തന്നിട്ടുണ്ടായിരുന്നു, നമ്പറും കാര്യങ്ങളൊക്കെ ആയിട്ട്. ഞാനിപ്പോൾ ട്രൂക്ക് എന്നൊരുള്ള ഒരു സർവീസ് സെൻ്ററിലേക്ക് കൊറിയർ ചെയ്ത് കൊടുക്കുകയാണ്. ഞാൻ തൃശ്ശൂർ ജില്ലയിലാണ്, പക്ഷേ തൃശ്ശൂരുള്ള ഇവരുടെ സർവീസ് സെൻ്ററിലത്തെ ആൾക്കാരെ വിളിച്ചപ്പോൾ പറഞ്ഞത് ഇവിടെ ഇപ്പോൾ ഒരു വർക്കും ചെയ്യണില്ല ട്രൂക്കിൻ്റെ എന്നാണ്. അതെനിക്ക് വളരെ ബാഡായി. നമുക്കിപ്പോൾ ഒരു സർവീസ് സെൻറ്റർ ഒന്നും പ്രൊവൈഡ് ചെയ്യില്ല എന്ന് പറഞ്ഞപ്പോൾ, പിന്നെ കേരളത്തിലുള്ള മഞ്ചേരി ആണ് എൻ്റെ അടുത്ത് ഏറ്റവും ഉള്ളത്. പക്ഷെ ഒരു 60-70 കിലോമീറ്റർ ഉണ്ട്. അതുകൊണ്ട് എനിക്ക് ട്രാവൽ ചെയ്ത് കൊടുക്കാൻ പറ്റാത്തതുകൊണ്ടാണ് ഞാൻ പാർസൽ ചെയ്ത് കൊടുക്കുന്നത്. അവർ കുഴപ്പമില്ല, പാർസൽ അയച്ചാൽ മതി, അവർ ഫുൾ ഡീറ്റെയിൽസ് ചെക്ക് ചെയ്തതിന് ശേഷം കാര്യങ്ങൾ പറയാൻ തന്നെ. അപ്പോൾ നമ്മളിത് പാർസൽ ചെയ്യുന്ന വീഡിയോ ആണ്, ഇത് പാർട്ട് 1 ആണ്. അപ്പോൾ അതിനെന്തൊക്കെ ആവശ്യങ്ങളുണ്ടെന്ന് നമുക്ക് ഈ വീഡിയോയിൽ പറഞ്ഞുതരാം. ഇനിയിപ്പോൾ ആരെങ്കിലും ട്രൂക്കിൻ്റെ ഇതേപോലത്തെ ഹെഡ്സെറ്റ് വാങ്ങിച്ചിട്ട് പ്രോബ്ലം ഉണ്ടെങ്കിൽ റീപ്ലേസ്മെൻറ്റ് കിട്ടുമോ ഇല്ലയെന്നും കൂടി നമുക്ക് ഈ വീഡിയോയിൽ മനസ്സിലാക്കാം. ഇതിൻ്റെ സെക്കൻഡ് വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്യും. അത് വന്നതിന് ശേഷം മാത്രമായിരിക്കും ഈ സർവീസ് ചെയ്തിട്ട് അവർ തരികയാണോ, സർവീസ് ചെയ്ത് തരികയാണോ, അതോ റീപ്ലേസ്മെൻ്റ് ആണോ എന്നൊക്കെ കൂടിയിട്ടുള്ള ഒരു കാര്യം മൊത്തമായിട്ടുള്ളൊരു വീഡിയോ ഞാൻ അടുത്ത് ചെയ്യാം. അതിനായിട്ട് മുമ്പ് നമുക്കിതൊന്ന് പാക്ക് ചെയ്ത് എങ്ങനെ അയക്കുക എന്നുള്ളത് കാണിച്ചു തരാം. എന്തൊക്കെ ഡീറ്റെയിൽസ് വേണമെന്ന് ഞാൻ അടുത്തായി പറഞ്ഞുതരാം. റീപ്ലേസ്മെൻറ്റിന് കൊടുക്കുമ്പോൾ ആദ്യം ഫിസിക്കലായിട്ടുള്ള ഡാമേജ് അങ്ങനത്തേനൊന്നും അവർ എടുക്കില്ല. എന്തെങ്കിലും 1 ഇയർ വാറൻറ്റിയിൽ എവിടെയെങ്കിലും ഡാമേജ് പറ്റിയിട്ടാണോ കംപ്ലയിൻ്റ് ഉണ്ടെന്ന് വെച്ചാൽ എടുക്കില്ല. ഇത് ഡാമേജ് ഒന്നല്ല, ഇതെന്താ ബാറ്ററി ബാക്കപ്പ് കിട്ടാത്തതിനത് പവർ കിട്ടണില്ല, അതാണ് ഇതിൻ്റെ പ്രോബ്ലം. അതുകൊണ്ട് നമുക്കിത് ഇവർക്ക് റീപ്ലേസ്മെൻറ്റിന് കൊടുക്കാം. അപ്പോൾ ആദ്യം നമ്മൾ ഹെഡ്സെറ്റ് ഒരു പ്രോബ്ലം ഇല്ല എന്ന് നമ്മൾ മനസ്സിലാക്കിയതിന് ശേഷം നമുക്ക് കിട്ടിയ ബോക്സിൽ കുറച്ച് പേപ്പറും കാര്യങ്ങളും അതിൻ്റെ ഉണ്ട്. പക്ഷേ ബില്ല് എൻ്റെ കയ്യിലുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ ബില്ലിന് വേണ്ടിയിട്ട് ഞാൻ ഗൂഗിൾ ജെമിനിയുടെ അടുത്ത് ചോദിച്ചപ്പോൾ പറഞ്ഞത് നമ്മൾ ഫ്ലിപ്കാർട്ടിൽ തന്നെ നമ്മൾ വാങ്ങിച്ച പ്രൊഡക്റ്റിൻ്റെ മേലെ, നമ്മൾ ആ പ്രൊഡക്റ്റ് ഓർഡർ ചെയ്തതിൻ്റെ മേലെ തന്നെ ആയിട്ട് അതിൽ ബില്ലുണ്ടാവും. അപ്പോൾ അത് ഞാൻ PDF ആയി ഡൗൺലോഡ് ചെയ്തു. എന്നിട്ട് ഞാൻ മഞ്ചേരിയുള്ള കൊറിയർ സർവീസ് ചെയ്ത ആൾക്കാരെ വിളിച്ചപ്പോൾ അവർ പറഞ്ഞത് ബില്ലും ഡീറ്റെയിൽസൊക്കെ കൂടിയിട്ട് വെക്കാനാണ് പറഞ്ഞത്. അപ്പോൾ PDF എടുത്ത് ഡൗൺലോഡ് ചെയ്ത ബില്ല് മൊത്തമായിട്ട് ഒരു 4-5 പേജ് ഉണ്ട്. അത് മൊത്തമായിട്ട് ഞാൻ ഫോട്ടോസ്റ്റാറ്റ് എടുത്തു. അപ്പോൾ അത് ആ ബോക്സിൻ്റെ ഒപ്പം വെച്ച് സ്പീക്കറും ഹെഡ്സെറ്റും കൂടിയിട്ട് അതിൽ വെച്ച് ബില്ലും ബോക്സിൽ വെച്ച് അതിന് ശേഷം പാക്ക് ചെയ്തിട്ട് നമ്മൾ അഡ്രസ്സ് പ്രിൻ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അത് ഒട്ടിച്ചിട്ട് നാളെ കൊറിയർ ചെയ്യണം. അതിനുശേഷം അടുത്ത വീഡിയോ എന്താ റീപ്ലേസ്മെൻറ്റ് കിട്ടിയോ അതോ റിപ്പയർ ചെയ്ത് തരികയാണോ ചെയ്തതെന്നറിയില്ല. അപ്പോൾ അടുത്ത വീഡിയോയിൽ ആ 2ാം ഭാഗത്തിൽ പറയാം. അതൊരു 2 ദിവസത്തിനുള്ളിൽ അയക്കാം. ഞാനിത് കൊറിയർ ചെയ്യാൻ ബോക്സ് ചെയ്യട്ടെ. അപ്പോൾ ബോക്സിൽ ഇതിൻ്റെ ഒപ്പം കിട്ടിയ ചാർജർ, വാറൻറ്റി കാർഡ്, പിന്നെ അതിൻ്റെ ബുക്കും ഡീറ്റെയിൽസും, പിന്നെ ഹെഡ്സെറ്റും വെക്കുകയാണ് പാക്ക് ചെയ്യുക. അപ്പോൾ പാക്കിങ് കഴിഞ്ഞിട്ടുണ്ട്. പാക്കിങ് എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. നാളെ ഞാനത് കൊറിയർ ചെയ്യും. അതിന് ശേഷം റീപ്ലേസ്മെൻ്റ് ആണോ എന്താ കിട്ടിയതെന്ന് ഉള്ള അടുത്ത വീഡിയോ ഇടുന്നതായിരിക്കും. അതൊരു ഗുഡ് ബൈ. അടുത്ത വീഡിയോ കിട്ടുന്നതിന് വേണ്ടിയിട്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക. എന്നാലേ അടുത്ത ഡീറ്റെയിൽസ് വരുമ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ. ഓക്കെ, ബൈ.